ഗീതു അല്ലേ അത്? പാമ്പല്ല, ഞാനാന്ന്. ഓ പ്രഹ്ലാദേട്ടനേനു നിങ്ങളെ പലിശ തരാ കേട്ടോ ഈ മാസത്തേക്ക്. അതിന് ഞാൻ നിന്നോട് പലിശക്ക് ചോദിച്ചിട്ടില്ലല്ലോ. ഈ പലിശ ഒന്നും തരണ്ട, എനിക്ക് മുതല് മാത്രം തന്നാ മതി. ആരാടിയത്? ഇല്ല, ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. ഈ കാലമാടം പോയിട്ടില്ല ഉള്ളി. ഇയാൾ കഴിഞ്ഞ ആഴ്ചയെ പോകുന്നു പറഞ്ഞു തന്നല്ലോ. ചിലപ്പോ യുദ്ധം കാരണോ വിമാനം ഇല്ലായിരിക്കും. ഈ സ്കൂളിലൊക്കെ ഒന്നും വേറെ പണിയില്ലേ ഉള്ളി. അവരെ കാണാൻ വല്ല വകുപ്പുണ്ടോ? നോക്കാം. നല്ല പ്രശാന്തേട്ടനാ പ്രഹ്ലാദേ. പണം എണ്ണിയ സമയത്ത് ഞാൻ എന്റെ പേര് മറന്നു പോയടാ. 2 മാസത്തിന് മേലെയാലും ഇനി എനിക്ക് മുതലും ഇല്ല പലിശയും ഇല്ല. ആലും പോട്ടെ, ഞാൻ ഇനി ഇടക്കിടക്ക് വീട്ടിൽ അന്വേഷിച്ച് വരുമ്പോ ഇനി ആടെ ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഇനി എവിടെയാ പോന്നേ? ഞാൻ ബസന്തിന്റെ വീട്ടിൽ. ബാസന്തിന്റെ വീട്ടിലാ? വെറുതെ അല്ലാടെ നാട്ടുകാർ പറയുന്നത് ബാസന്തിന്റെ കുട്ടിക്കിന്റെ മുഖച്ചായിയാന്ന്. ഇപ്പൊ കീശയിലൊന്നും ഇല്ലേ? ഒന്നുമില്ല. നോക്കട്ടെ. 10 ഉറുപ്പ്യ എടുത്തിട്ടാടാ നീ പോന്നേ? ചായ കുടിക്കല്. ഇതേതാടാ വാച്ച്? അതിന്റെ അളിയൻ ദുബായിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്നാ. ദുബായിൽ നിന്നാ വാച്ചാ? നോക്കട്ടെ. വാച്ച് കെട്ടാൻ പറ്റിയ കയ്യും. ഇതിനെന്ത് വില വരുവാടാ? അതിന് 5000 ഉറുപ്പ്യ ഉണ്ടാവും അല്ലേ? തൽക്കാലം ഇത് എൻ്റെ അടുത്തേക്ക് കിട്ടും കേട്ടാ. ഒരാഴ്ചക്കുള്ളിൽ മുതലും പലിശ എൻ്റെ കൈമിൽ എത്തിച്ചു തന്നു കഴിഞ്ഞാൽ ഈ വാച്ച് തരും കേട്ടാ. ഇല്ലെങ്കിണ്ടല്ലോ എൻ്റെ സ്വഭാവം എനിക്കറിയാലോ. ഒരാഴ്ച 7 ദിവസം കൂടി ഞാൻ കാക്കും കേട്ടാ. അല്ലെ ഒരു വരുത്തം കൂടി ഞാൻ അങ്ങോട്ട് വരൂ. ആവശ്യമുള്ള സമയത്ത് ഇതൊന്നും കായ്ക്കുകയും ചെയ്യില്ല. ഇതെല്ലാം കഴിച്ചിട്ടെന്നാ കാര്യം. രാജീവ, എന്റെ പൈസ കൊടുത്തോടാ. പ്രഹ്ലാദ, എൻ്റെ പൈസ ഞാൻ തരാട്ടോ. നടുവേനായിട്ട് 2 ആഴ്ച ഞാൻ പണിക്ക് പോകാതെ. അനക്കിന്റെ ന്യായീകരണം ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. 2 മാസം കഴിഞ്ഞില്ലേ? അനക്കൊന്നും കേൾക്കണ്ട. ഞാൻ കാണിച്ചു തരാം. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്റെ ഓരോ കോപ്പ് വർത്താനം കേട്ടിട്ട് വെക്ക വേണം. രാജീവ, എന്റെ പൈസ കൊടുത്തു. അനക്കൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ഫോൺ എടുക്കൂല. പ്രശ്നം ഇവ 2 മാസം മുന്നേ ഇല്ലേ എന്നോട് പൈസ മേടിച്ചിട്ട് മുതലും തന്നിട്ടില്ല, പലിശയും തന്നിട്ടില്ല. അതെയാ? പൈസ വാങ്ങി ഞങ്ങള് ചെറുതായിട്ട്. എത്ര പൈസ വാങ്ങി? എന്നോട് 10,000 ഉറുപ്പ്യ വാങ്ങിന്. 2 മാസം പലിശ ചേർത്തിട്ട് 12,000 ഉറുപ്പ്യ തരണോ? എന്തിന്റെ ഈ പൈസ ഇതുവരെയായിട്ട് ഈ സമയം വരെ ഒന്നും പറഞ്ഞിട്ടില്ല. പൈസ വാങ്ങിച്ചതൊന്നും. എന്തിനാ പൈസ വാങ്ങിനി? ആവശ്യം പറ. എത്ര പൈസ വാങ്ങി? എനിക്ക് മൊത്തം 12,000 ഉറുപ്പ്യ തരണോ? 12,000 അല്ലേ? പൈസ വേണ്ടേ? ഇങ്ങ് വാ, ഞാൻ തരാം പൈസ. അനക്ക് ആരായാലും പൈസ തന്നോ? ഒരാളെ ഉപദ്രവിക്കാൻ പാടുണ്ടാ? അനക്ക് ആരായാലും എന്റെ പൈസ അനക്ക് കിട്ടണം. നിങ്ങളെ പൈസ ഞാൻ തരും. വാ, പൈസ തരാം. ആരാ തന്നാ മതി. ഇതെന്തൊരു സൈസാന്ന്. ഓന് തിന്നാനൊന്നും കൊടുക്കില്ലേ ഉള്ളി. എല്ലാം ഇവളെന്നെ അടിച്ച് മാട്ടലായിരിക്കും. പൈസ ഓ ആയിക്കോട്ടെ. നമുക്ക് വിശ്വാസം. അല്ല പോരല്ല, ഒരു കടം കൂടെ ബാക്കിയുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങളെന്തിനാ എന്റെ ഭർത്താവിനെ അടിച്ചിനി? നമുക്ക് പലിശ തരാണ്ടിരിക്കുമ്പോ നമ്മളെ ഒരു പരിപാടിയല്ലേ? പൈസ തരാതിരിക്കുമ്പോ ആളെ അടിക്കുവാന്നോ ചെയ്യേണ്ടത്?
ഇന്റെ ഭാര്യ ജിമ്മ അല്ലേ? എടോ ഈ വേഗം അതിനെ ഒഴിവാക്കിയിട്ട് സന്യസിക്കാനങ്ങാട്ടെ ബോർഡ് വേഗം. ഇന്റെ അന്ത്യ അതിന്റെ കൈ കൊണ്ട് ഇരിക്കും കേട്ടാ.